ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഉണ്ടാക്കുന്നൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഗംഭീര മഴ കേട്ടോ പുറത്ത്. മഴ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. ഞാൻ വലിയ മഴ ഫാൻ അല്ല കേട്ടോ. മഴക്കാലം എനിക്ക് പൊതുവേ ഒരു സാഡ് ഫീലിംഗ് ആയിട്ടാണ് തോന്നാറ്. പക്ഷെ എനിക്ക് വേനൽ മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഈ പാലക്കാടൻ ചൂടിൽ ആ മഴ തരുന്ന ആശ്വാസം ചില്ലറയൊന്നുമല്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അത് വെച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിലർക്ക് ഈ ചിക്കനൊന്നും ഇഷ്ടമല്ല അല്ലേ രാവിലെ തന്നെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം നല്ല ഹെവി ആയാലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നാറ്. എൻ്റെ സൗണ്ട് കേൾക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല കേട്ടോ. നല്ല ജലദോഷവും ചുമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഈ മഴക്കാലം ഇഷ്ടമില്ലാത്തതാ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ റെസിപ്പീസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാഗ്രാം റീൽസിലും എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ ദോശയും ചിക്കൻ കറിയും ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ കോംബോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉച്ചത്തേക്ക് കറി വയ്ക്കാൻ മത്തിയും അയിലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മത്തിയായിരുന്നു. എനിക്ക് പൊതുവെ ഈ വലിയ മത്തി ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ കുഞ്ഞൻ മത്തിയാണ് ഇഷ്ടം. പക്ഷേ ഇത് വറക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ പറയും. സംഭവം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അയില ഞങ്ങൾ കൂട്ടാൻ വെക്കാനാണ് എടുത്തത്. ഇവിടെ എനിക്ക് മീൻ ക്ലീൻ ചെയ്തേരം എപ്പോഴും അമ്മ കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത ഫിഷാണ് കേട്ടോ വാങ്ങാറ്. ഇന്ന് പിന്നെ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അമ്മ അതൊക്കെ എനിക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു. മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. പെരുമഴയായിരുന്നു. പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. ചോറ് സാധാരണ ഞങ്ങൾ അടുപ്പിലാണ് വെക്കാറ്. മഴ ആയതുകൊണ്ട് ഇന്ന് അടുപ്പിൽ വെക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് കുക്കറിലാണെന്ന് ചോറ് വെക്കുന്നത്. എനിക്ക് കുക്കറാണ് കേട്ടോ ഇഷ്ടം. ഷടപെടാവുന്ന പണി തീരുമല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കാനും അടുപ്പിൽ ചോറ് വെക്കാനൊക്കെ. അയലമീൻ ആയതുകൊണ്ട് ഇന്ന് തേങ്ങ അരച്ച് വെക്കാനാണ് പ്ലാൻ. അയല തേങ്ങ അരച്ച് വെക്കുന്നതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കണം. എനിക്ക് വലിയ ചെറിയുള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു ചെറിയുള്ളി നന്നാക്കാൻ എനിക്ക് ദേഷ്യമാണ്. പക്ഷെ അമ്മ പറയും കുഞ്ഞു ചെറിയുള്ളിക്കാണ് നല്ല ടേസ്റ്റ് എന്ന്. പക്ഷെ നന്നാക്കാൻ ഭയങ്കര മടിയാട്ടോ എനിക്ക്. എല്ലാത്തിലും മടി തന്നെയല്ലേ. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് കുറച്ച് ഈസി പണികളാണ് ഇഷ്ടം. പെട്ടെന്ന് ചെയ്തു തരുന്ന പണികളോടാണ് എനിക്കിഷ്ടം. എനിക്ക് കുറേ നേരം ഈ അടുക്കളയിൽ ചിലവഴിച്ച് അങ്ങനെ നിൽക്കണം. എനിക്ക് വേഗം തീരണം. എനിക്ക് കുറേ നേരം അടുക്കളയിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഇഷ്ടമല്ല. കറികൾക്കൊക്കെ ടേസ്റ്റ് വേണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചെയ്തു തീരുന്ന പണികളോടാണ് ഇഷ്ടം. എങ്ങനെ പോയാലും ഉച്ചവരെ നമ്മൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് തീർത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. പണ്ടൊക്കെ എൻ്റെ രാവിലെ തന്നെ പണി തീരുമായിരുന്നു കേട്ടോ. ഇവിടെ ജെയിൻ ഓഫീസിൽ പോകുന്ന സമയത്ത് രാവിലെ 10 മണിയാകുമ്പോഴേക്കും എൻ്റെ കിച്ചൺ ക്ലോസ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതിനു ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയാകുമ്പോഴേ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. മോന് പിന്നെ ഞാൻ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് കൊടുത്തേക്കാറ്. കൂടുതലും ഈ ചപ്പാത്തി ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ദോശയൊന്നും കൊടുത്തേക്കാറില്ല. ദോശ പുട്ടൊന്നും കൊടുത്തേക്കില്ല. ഒന്നും ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റിയ സംഭവങ്ങളല്ലല്ലോ. ചോറ് അവനെ കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാറുമില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 11 മണിയാവും ലഞ്ചൊക്കെ തുടങ്ങാൻ. പക്ഷെ ഒരു 12:30 ആകുമ്പോഴേക്കും എൻ്റെ ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിയും കേട്ടോ. മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ന് പയറുപ്പേരിയാണ്. പയറ് സാധാരണ ഇവിടെ മെഴുക്ക് പുരട്ടി പോലെയാണ് വെക്കാറ്. ഇന്ന് പിന്നെ ഞാൻ തോരൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകമൊക്കെ ഇട്ട് ഒന്ന് ചതച്ച പോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പയറ് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പയറ് വെന്ത് വരുമ്പോൾ ഇതങ്ങോട്ട് ചേർത്താൽ മതി.
മത്തി വാങ്ങിച്ചപ്പോൾ നിറയെ പലിഞ്ഞിനുണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ മത്തിയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നിറയെ പലിഞ്ഞിനുണ്ടാവും. പലിഞ്ഞിൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഈ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാനാട്ടോ. മെയിനായിട്ട് മീൻകറിയൊക്കെ വെച്ചാൽ നമ്മൾ ഇന്ന് വെക്കുകയാണെങ്കിൽ നാളേക്ക് എടുക്കാമല്ലോ. അപ്പം നാളത്തെ കറി ആലോചിച്ച് ടെൻഷൻ വേണ്ട, നാളെ എന്തെങ്കിലും ഒരു ഉപ്പേരി തട്ടിക്കൂട്ടിയാൽ മതി. അപ്പോൾ പണിയൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം ഞാൻ പുറത്തൊക്കെ ഒന്ന് ഉലാത്തി വന്നു. മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. കുളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഞാൻ എൻ്റെ ഉച്ചത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുളിക്കാറ്. രാവിലെ തന്നെ കുളിക്കാറില്ല. അപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് എന്താ രാവിലെ തന്നെ കുളിക്കാത്തതെന്നൊക്കെ. എനിക്കെന്തോ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുന്നതാണ് ഇഷ്ടം. മീൻസ് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേർക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. നല്ല നീറ്റായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. സോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറ്. പിന്നെ നമ്മൾ രാവിലെ എവിടേക്കെങ്കിലും പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ കുളിച്ചിട്ടായിട്ട് ഇറങ്ങുള്ളൂ. അല്ലാതെ കുളിക്കാതെ ഒന്നും പുറത്തോട്ടൊന്നും പോകാറില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. പിന്നെ ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല. അപ്പം നമ്മുടെ മീൻ വറുത്ത പാത്രത്തിൽ കുറച്ച് ചോറ്റോടെ ഒരു പിരി പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ കഴിക്കാൻ. അത്ര ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല അല്ലേ. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ പൊതുവേ ഉറങ്ങാറില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ഉറങ്ങാറുണ്ട്. ഇനി ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ തന്നെ ഉറങ്ങാനും പറ്റാറില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അറിയാതെ ഉറങ്ങിപ്പോവും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ആകെ ഒരു ഉഷാറ് കുറവാണ്. അതുകൊണ്ട് പൊതുവേ ഉറങ്ങാറില്ല. ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ തന്നെ ഉറങ്ങാറുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് നല്ല അടിപൊളി പപ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു ബേക്കറി ഉണ്ട്, അവിടെ നല്ല കിടലൻ പപ്സ് കിട്ടും കേട്ടോ. അവിടെ മാത്രമേ ഞാൻ ചിക്കൻ പപ്സിൽ ചിക്കൻ്റെ പീസസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അടിപൊളി പപ്സാണ്, നല്ല ചൂട് പപ്സ് കിട്ടും. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഈ ജലദോഷമൊക്കെ മാറി അടുത്ത വീഡിയോയിൽ നല്ല ഉഷാറായിട്ട് വരാം. അതുവരെ ബൈ.